നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിൽ വീണ്ടും പ്രതീക്ഷ. മാനുഷിക പരിഗണനയിൽ ഇടപെടൽ നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ച് ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് മുതിർന്ന ഇറാൻ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ നിലപാട് വ്യക്തമാക്കിയത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയിരുന്നു. അതേസമയം നിമിഷപ്രിയയുടെ കാര്യത്തിൽ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ലെന്ന് യമനിൽ നിമിഷയുടെ മോചനത്തിനായി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ സാമുവൽ ജെറോം പ്രതീക്ഷ പങ്കുവച്ചു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമങ്ങൾ തുടരുമെന്നും ഒരു ഇന്ത്യക്കാരി യമൻ മണ്ണിൽ കിടന്ന് മരിക്കാതിരിക്കാൻ അവസാനം വരെ പ്രവർത്തിക്കുമെന്നുമായിരുന്നു സാമുവൽ ജെറോമിന്റെ വാക്ക്. പ്രസിഡന്റ് ശിക്ഷ ശരിവെച്ചാലും കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹ്ദിയുടെ കുടുംബത്തിന് ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാനുള്ള അവകാശമുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇപ്പോഴും യമനിൽ തുടരുകയാണ്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൈകോർത്ത് മകളെ രക്ഷിക്കാൻ ഇടപെടണമെന്ന് പ്രേമകുമാരി അപേക്ഷിച്ചു. ദയാധനം അടക്കമുള്ള കാര്യങ്ങളിൽ തലാലിന്റെ കുടുംബം ഇപ്പോഴും ഒത്തുതീർപ്പിലേക്ക് എത്താൻ തയ്യാറായിട്ടില്ല. 2017 നിമിഷപ്രിയ യമൻ സ്വദേശി കൊല്ലപ്പെട്ട കേസിൽ ജയിലിലാകുന്നത്. നേഴ്സായ നിമിഷപ്രിയയ്ക്കൊപ്പം ക്ലിനിക് നടത്തുന്നതിൽ പങ്കാളിയായിരുന്നു കൊല്ലപ്പെട്ട തലാൽ. 2018 വധശിക്ഷ വിധിക്കുന്നത്. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ 1 മാസത്തിനകം നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഇന്ത്യ നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. പ്രസിഡന്റിന് നൽകിയ ദയാഹർജി തള്ളിയതോടെ കടുത്ത ആശങ്കയിലാണ് കുടുംബവും നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകരും. എന്നാൽ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദിയുടെ കുടുംബവുമായി നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആക്ഷൻ കൗൺസിൽ ഭാരവാഹി റഫീഖ് റാവുത്തർ പറഞ്ഞു. കുടുംബവുമായി ബ്ലഡ് മണിയെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. നമ്മൾ ആദ്യം അവരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. രണ്ടു കൂട്ടർക്കുമുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിലേക്ക് എത്തിയതെന്ന വിഷയം അവരെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതൊരു പരിധി വരെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇത് വിജയം കണ്ടാൽ ബ്ലഡ് മണിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. അമ്മ വലിയ വിഷമത്തിലാണ്. ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല. നമ്മളാണ് അമ്മയെ കാര്യങ്ങൾ അറിയിക്കുന്നത്. പുറത്തുനിന്ന് വിവരം കിട്ടാനുള്ള വഴിയില്ല. യമനിൽ തുടരുന്ന അമ്മ 2 തവണ നിമിഷപ്രിയയെ കണ്ടു. കേന്ദ്ര സർക്കാർ ശ്രമിച്ചാൽ ഒരു വാക്ക് പറഞ്ഞാൽ പരിഹാരം ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തലുമുണ്ട്. കാരണം ഇന്ത്യ പശ്ചിമേഷ്യയിൽ സ്വാധീനമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. അമേരിക്കയോടുള്ള വിരുദ്ധ നിലപാട് കാരണം ഇന്ത്യ ഒരു 3ാം ശക്തിയായി വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു രാജ്യമായിരിക്കും യമൻ. ഇന്ത്യയുടെ ഡിപ്ലോമസി ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. കേന്ദ്ര സർക്കാർ ഇടപെടലിന് വേണ്ടി ബന്ധപ്പെട്ടവർക്ക് ഇമെയിൽ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. നിമിഷപ്രിയയ്ക്ക് നീതി കിട്ടേണ്ടതാണ്. സ്വാഭാവികമായി ഒരു ഗവൺമെന്റ് അഭ്യർത്ഥിക്കുമ്പോൾ മറ്റ് ഗവൺമെന്റുകൾ അതിന്റെ സത്യങ്ങൾ പരിശോധിക്കാറുണ്ട്. നിമിഷപ്രിയയുടെ മോചനത്തിന് പ്രതീക്ഷയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.